ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ മലയാളം 2018-19 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കാം. ഒന്നാമത്തേത് ഉത്തരം എഴുതാം എന്ന പ്രവർത്തനമാണ്. 2 സംഭാഷണം എഴുതാം, 3 കവിത പൂർത്തിയാക്കാം, 4 കത്ത് എഴുതാം, 5 ഡയറി കുറിപ്പ് തയ്യാറാക്കാം, 6 കുറിപ്പ് എഴുതാം. ഓക്കെ, ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, പ്രവർത്തനം 1 ഉത്തരം എഴുതാം എന്നുള്ളതാണ്. കഥ വായിച്ച് ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തെരഞ്ഞെടുത്തെഴുതുക. കഥ എന്താണ്? ആമിനയും ഷാലുവും ഉച്ചയൂണ് കഴിഞ്ഞ് പുറത്തിറങ്ങി. സ്കൂളിന്റെ അടുക്കളയിൽ അവർ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവർ എന്നും അതെടുത്തു നോക്കും. ഇന്നും അതിനാണ് പോകുന്നത്. അടുക്കള വരാന്തയിലെ ജനലിന്റെ പൊത്തിൽ നിന്ന് ആമിന അതെടുത്തു. ഒരു മത്തൻ കുരു. ഉള്ളം കയ്യിൽ വെച്ച് ആമിന കുരുവിനെ ഷാലുവിന് കാട്ടിക്കൊടുത്തു. ഷാലുവിന് കൗതുകം. അവൾ തിരിച്ചും മറിച്ചും നോക്കി. ഒറ്റ തട്ട്. ശങ്കരൻ ഓടിപ്പോയി. കുരുത്തം കെട്ടവൻ. ആ കുരു തെറിച്ചുപോയി. ആമിന കരഞ്ഞു വിളിച്ചു, മത്തൻ കുരുവേ, നീ എവിടെയാണ്? അവൾ ചുറ്റും നോക്കി. ഒരിടത്തും കണ്ടില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആമിന വെള്ളം കുടിക്കാൻ അടുക്കളയിൽ വന്നപ്പോൾ ആരോ അവളെ വിളിക്കുന്നു. അവൾ ചുറ്റും തിരിഞ്ഞു. ആരെയും കണ്ടില്ല. മുറ്റത്തിറങ്ങി നടന്നു. അതാ കൈകൾ ഉയർത്തി നിൽക്കുന്ന മത്തൻ വള്ളികൾ. ആമിനെ, ഇത് ഞാനാ. നീ ലാളിച്ച മത്തൻ കുരു. നിനക്ക് ഞാനൊരു സമ്മാനം തരാം. ദാ പിടിച്ചോ. ഇവനെ എൻ്റെ മത്തൻ കുട്ടനെ. സ്നേഹസമ്മാനമായി ഒരു മുഴുത്ത മത്തൻ ആമിനയ്ക്ക് കൊടുത്ത് ആ മത്തൻ വള്ളികൾ ചിരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കഥ എന്ന് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്, ആൻസേഴ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്കൂളിന്റെ അടുക്കളയിൽ ആമിനയും ഷാലുവും ഒളിപ്പിച്ചു വെച്ചത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനെയായിരുന്നു ആമിനയും ഷാലുവും കൂടെ ഒളിപ്പിച്ചു വെച്ചത്? എന്തായിരുന്നു? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മത്തൻ കുരു, മത്തങ്ങ, കുമ്പളങ്ങ, മത്തൻ വള്ളി. എന്താണ്? മത്തൻ കുരു. 2, ആമിന വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ആരോ അവളെ വിളിച്ചു. ആരാണ് ആമിനയെ വിളിച്ചത്? ശങ്കരൻ, ഷാലു, മത്തൻ വള്ളി, അമ്മ. ആരായിരുന്നു? മത്തൻ വള്ളിയാണ് വിളിച്ചത് അല്ലേ. 3, തെറിച്ചുപോയ മത്തൻ കുരുവിന് എന്ത് സംഭവിച്ചു? അടുപ്പിൽ വീണു, മുളച്ച് ചെടിയായി വളർന്നു, കിളി കൊണ്ടുപോയി വെള്ളത്തിൽ ഒലിച്ചുപോയി. എന്താ സംഭവിച്ചേ? യെസ്, മുളച്ച് ചെടിയായി വളർന്നു. 4, സ്നേഹസമ്മാനമായി ആമിനയ്ക്ക് ഒരു മുഴുത്ത മത്തൻ ലഭിക്കാനിടയായത് എന്തുകൊണ്ട്? മത്തൻ കുരു അടുക്കളയിൽ ഒളിപ്പിച്ചു വെച്ചതുകൊണ്ട്, ആമിനയും ഷാലുവും ഉച്ചഭക്ഷണം കഴിച്ചതുകൊണ്ട്, മത്തൻ കുരുവിനെ ലാളിച്ചതുകൊണ്ട്, മത്തൻ കുരു മണ്ണിൽ വീണ് മുളച്ചതുകൊണ്ട്. എന്തുകൊണ്ടായിരുന്നു കിട്ടാൻ കാരണമായത്? എന്തായിരുന്നു? അവര് മത്തൻ കുരു ലാളിച്ചത് കൊണ്ടാണ് മത്ത ഒരു മുഴുത്ത മത്തനെ കൊടുത്തത്. 5, ശങ്കരൻ വികൃതിക്കുട്ടിയാണെന്ന് സൂചിപ്പിക്കുന്ന പദമേത്? കുരുത്തം കെട്ടവൻ, കുസൃതിക്കുട്ടൻ, മത്തൻ വള്ളി, മത്തൻ കുരു. എന്താണ്? കുരുത്തം കെട്ടവൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ 5 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ കൂട്ടുകാർ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പക്ഷേ നന്നായിട്ട് എന്താണോ തന്നിട്ടുള്ളത് കഥാഭാഗം നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 2 സംഭാഷണം എഴുതാം എന്നുള്ളതാണ്. പുതിയ ടെലിവിഷൻ വാങ്ങിയ സന്തോഷത്തിലാണ് മനുവും വീട്ടുകാരും. എല്ലാവരും ടെലിവിഷൻ കാണുകയാണ്. പെട്ടെന്നാണ് മനു മൂലക്കിരുന്ന പാവം റേഡിയോയെ ശ്രദ്ധിച്ചത്. അവൻ റേഡിയോയുടെ അടുത്തെത്തി. മനുവും റേഡിയോയും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മനു പറയാണ്, ഇപ്പോൾ നിന്നെ ആർക്കും വേണ്ടാതായി അല്ലേ? റേഡിയോ: അതെ, ടെലിവിഷൻ എന്നേക്കാൾ മിടുക്കനാണല്ലോ. മനു: പരിപാടികൾ കേൾക്കുക മാത്രമല്ല കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. റേഡിയോ: ഞാൻ കളി വിവരം ചെയ്യുമ്പോൾ ടെലിവിഷൻ ആ കളി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനു: നിനക്ക് സങ്കടമുണ്ടോ? ആളുകൾ നിന്നെ മറന്നു തുടങ്ങിയിരിക്കുന്നു. റേഡിയോ: വരും തലമുറക്ക് കാണാനായി നീ എന്നെ ഇവിടെ സൂക്ഷിച്ചു വെക്കുമോ? ഇത്രയും നമുക്ക് ചോദിക്കാം അല്ലെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം, പക്ഷെ നമുക്ക് തന്നിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പം അത്രയും കൂട്ടുകാർ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3 കവിത പൂർത്തിയാക്കാം എന്നുള്ളതാണ്. കുന്നിപ്പുഴയുടെ തീരത്തെ കാഴ്ചകളാണ് ഈ കവിതയുടെ തുടക്കം. കവിത വായിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ, ഉചിതമായ തലക്കെട്ട് നൽകൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ്? കുന്നിപ്പുഴയുടെ തീരത്ത് പച്ച വിരിച്ചൊരു പാടത്ത് മഞ്ഞത്തുമ്പികൾ പാറുന്നു, അഴകായി പൂക്കൾ വിരിയുന്നു. ഇനി എന്ത് കൊടുക്കാം നമുക്ക്? പൊൻകതിർ ചായും പാടത്ത് വെള്ളക്കൊറ്റുകൾ പാറുന്നു, കൊത്തിയെടുത്ത് പറക്കുന്നു തത്തയും പ്രാവും പറവകളും. കളകളമൊഴുകും അരുവിയിലായി ഉരുളൻകല്ലുകൾ നീങ്ങുന്നു, പരൽ മീനുകൾ തുള്ളിച്ചാടുന്നു, പതുങ്ങിയിരിക്കും പൊന്മാനും. അപ്പോൾ ഇത്തരത്തിൽ കൂട്ടുകാർക്കും ഒരു കവിത പൂർത്തിയാക്കാം. ഇനി ഇതിനൊരു ഉചിതമായ തലക്കെട്ട് കൊടുക്കണം അല്ലെ. എന്ത് കൊടുക്കാം? പ്രകൃതി മനോഹരി അല്ലെ, അല്ലെങ്കിൽ പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ, പ്രകൃതിയുടെ വർണ്ണനകൾ എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി 4ാമത്തെ പ്രവർത്തനത്തിലേക്ക് കടന്നാലോ? കൂട്ടുകാർ റെഡിയാണോ?
നാലാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കത്തെഴുതാം എന്നുള്ളതാണ്. ആർക്കാണ്? പെരിയപ്പുറം സ്കൂളിലെ കുട്ടികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച പ്രവർത്തനങ്ങൾ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ശ്രദ്ധയാകർഷിച്ചു. അവർ നടത്തിയ പരിപാടികൾ ആകാശവാണിയിലെ ബാലലോകം പരിപാടിയിലും അവതരിപ്പിച്ചു. നിങ്ങളുടെ സ്കൂളിലും പഠനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തിയിട്ടുണ്ടാകുമല്ലോ. ആകാശവാണിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കത്ത് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ വേണം? ആരാണ് തയ്യാറാക്കുന്നത്? സ്കൂൾ ലീഡർ അല്ലെ. സ്കൂൾ ലീഡർ ഏതെങ്കിലും ഒരു സ്കൂളിന്റെ പേര് കൊടുക്കാം, സ്ഥലവും കൊടുക്കാം. എന്നിട്ട് ആർക്കാ കൊടുക്കുന്നത്? ഇത് ആർക്കാണ്? സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്. സർ, മലപ്പുറം ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികളായ ഞങ്ങൾക്ക് ആകാശവാണിയുടെ ബാലലോകം പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളുടെ കയ്യെഴുത്തു കോപ്പി ഇതോടൊപ്പം അയക്കുന്നുണ്ട്. ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ടീച്ചർ ഞങ്ങളെ തയ്യാറാക്കിയിട്ടുണ്ട്. ബാലലോകത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. വിശ്വസ്തയോടെ സ്കൂൾ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുവാദ ലെറ്റർ അല്ലെ, ഒരു കത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വളരെ സിമ്പിളാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഡയറി കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ, ഈ തോട്ടം നിങ്ങളുടേതാണ്, നിങ്ങളുടേത് മാത്രം. അയാൾ അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തു. അന്ന് തന്നെ ആ വലിയ മതിൽ അയാൾ പൊളിച്ചു മാറ്റി. വസന്തം വന്നപ്പോൾ എന്ന പാഠഭാഗത്തിലെ തോട്ടുടമയുടെ സന്തോഷം കണ്ടപ്പോൾ ആ ദിവസത്തിന്റെ പ്രത്യേകതകൾ അദ്ദേഹം തന്റെ ഡയറിയിൽ കുറിച്ചിട്ടു. അതെന്താണെന്നൊന്ന് എഴുതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തിന്റെ ഡയറിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡേറ്റ് ഉണ്ടായിരിക്കണം, അഥവാ തീയതി ഉണ്ടായിരിക്കണം, ദിവസം ഉണ്ടായിരിക്കണം. ഏത് ദിവസമാണോ എഴുതുന്നത്, ഇപ്പം ഞായറാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ ഏതാണോ ദിവസം എന്നതും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് എന്തെഴുതാം? ഇന്ന് മനസ്സിന് എന്തൊരു സന്തോഷമാണ്. ആ ചെറിയ കുട്ടികൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകത തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഡയറി എഴുതുന്നത്. അവരോടൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്തപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നില്ലേ മനസ്സ്. ഇരുട്ടി നിറഞ്ഞ എൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ പ്രകാശം പരന്ന പുണ്യദിനം. ആ മതിൽ കൂടി പൊളിച്ചു കളഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം. ഇന്ന് ശാന്തമായി ഉറങ്ങാം, നാളത്തെ നല്ല പ്രഭാതത്തെ വരവേൽക്കാനായി. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് അയാളുടെ ചിന്തകൾ എന്താണെന്ന് ഒന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അവസാനത്തെ പ്രവർത്തനമാണ് കുറിപ്പ് എഴുതാം എന്നുള്ളതാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്രം ആരുടേതാണെന്ന് അറിയുമല്ലോ. തന്നിരിക്കുന്ന വിവരങ്ങൾ കൂട്ടിച്ചേർത്ത് കുറിപ്പ് തയ്യാറാക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാരായിരുന്നു? യെസ്, നമ്മുടെ മദർ തെരേസയാണ് അല്ലെ. അപ്പൊ ഇവിടെ ജനനം, അതുപോലെ തന്നെ നോബൽ സമ്മാനത്തിനുള്ള പുരസ്കാരം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. എല്ലാം കൂട്ടിച്ചേർത്ത് നമുക്കൊരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. അപ്പൊ ഹെഡിങ് ആയിട്ട്, തലക്കെട്ടായിട്ട് നമുക്ക് മദർ തെരേസ എന്ന് കൊടുക്കാം. എന്നിട്ട് മദർ തെരേസ 1910 ഓഗസ്റ്റ് 26 അൽബേനിയയിൽ ജനിച്ചു. ആഗ്നസ് എന്നായിരുന്നു യഥാർത്ഥ പേര്. വിളിപ്പേര് ഹോങ്കസ് എന്നായിരുന്നു. മദർ തെരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയായി. അഗതികളുടെ അമ്മ എന്ന് അവർ അറിയപ്പെടുന്നു. മദർ തെരേസയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. 1997 സെപ്റ്റംബർ 5 മദർ തെരേസ അന്തരിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിനെ ഒന്ന് വിവരിച്ച് എഴുതിയാൽ മാത്രം മതി കൂട്ടുകാർ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.